അല്ല ഇതാരും ഗീതയോ ഇതന്നെ ഇത് ഗീത തന്നെ. ഇതെന്നാ നിന്റെ കയ്യിൽ എന്തൊക്കെ ഇതെന്നെ സാധനം ഇത് കണ്ടാ അതിൻ്റെ അത് ഇത് അത് അതിൻ്റെ ഗുസ്തി പിടിക്കണേ ഇത് ഗുസ്തി പിടിക്കുന്നത് നോക്ക് കണ്ടാ. ആ ആ ഈ പൂവ് കൊള്ളാം നല്ല അത് കൊള്ളാം കാരണം രണ്ട് ചെവിയിലും വെക്കാം നിന്റെ ചെവിയല്ലോ. ആ ഇത് ചെവിയെ വെക്കുന്നതല്ല കണ്ടോ, നല്ല പെൺപിള്ളേർക്ക് ഇത് സമ്മാനം കിട്ടിയതാ, അവാർഡ് കിട്ടിയതാ. എന്താ നുണ പറയുന്നതിനോ? നുണ പറയുന്നതിനോ? ആ എന്നാ അവാർഡ്? ഇത് എൻ്റെ സംഘത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അവാർഡാണ് കണ്ടോ. എന്നാ സംഭവത്തിനാ കിട്ടിയെന്ന് പറയും. നീ കരവഴി വീണ്ടും നുണയം പറഞ്ഞെടുക്കുക, അതിനുള്ളതാണോ അവാർഡ്? ഞാൻ നുണയം പറഞ്ഞു നടക്കണോ? നിങ്ങൾ കണ്ടോ ഞാൻ നുണയം പറഞ്ഞു നടക്കാം? അല്ല ഞാൻ കണ്ട് ഇങ്ങനെയൊക്കെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നുണയം പറഞ്ഞു വന്നോ? വന്നോന്ന് ഇല്ലായിരിക്കും. പിന്നെന്താ അത് പറഞ്ഞേ? അത് നീ ചൂടാണ്. എന്റെ താനി സ്വഭാവം എടുത്താണല്ലോ. താനി സ്വഭാവം വെറുതെ എന്നെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കല്ലോ കേട്ടോ. അയ്യോ അയ്യോ നീ എല്ലാം നോക്കണേ, വല്ല കല്ലുണ്ടോ എന്നാ? കൈ കിട്ടത് വെച്ചപ്പോ ഞാൻ തന്നിരിക്കും. എന്റെ ആവശ്യമില്ലാതെ എന്നാ പറയാ എന്തിനു കിട്ടിയ അവാർഡാന്ന് പറയാം. മര്യാദക്ക് ചോദ്യം. എന്നെ ആൾക്കാർ ബഹുമാനിച്ചിട്ട് തന്നായത്. അയ്യോ നിങ്ങൾക്ക് ഒരു പുച്ഛം. നിന്നെ ആൾക്കാർ ബഹുമാനിക്കും. എന്നെ ആൾക്കാർ ബഹുമാനിച്ചു, അതാണ് എനിക്ക് കിട്ടിയത്. ചിരിക്കാതിരിക്കാനും വയ്യ. ചിരിക്കാതെ ഇരിക്കണ്ട, ചിരിച്ചോ. ചിരിക്കണ്ടെന്നാരും പറഞ്ഞോ? ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. എനിക്ക് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ സംഘത്തിൽ ചെല്ലുന്ന ഒരേ ഒരാൾ ഈ ഞാനാണ്. അത് സത്യം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന അത് മനസ്സിലായി. എല്ലാ സംഘത്തിലും നിന്റെ സംഘത്തിലൊക്കെ കൃത്യമായിട്ട് പോകും. കുറെ പരദൂഷണം പറയാണ്ട് പോരും. വേണ്ട വേണ്ട അത് ഇത് പറയേ, നീ പോകല്ലേ, ദേഷ്യപ്പെടല്ലേ. പരദൂഷണം പറയുന്നു. പരദൂഷണം ഒരു കല തന്നെയാണ് കേട്ടോ. അതെ അതെ അത് എനിക്ക് ഞാൻ പരദൂഷണം പറഞ്ഞിട്ടല്ല കിട്ടിയത്. നിങ്ങൾക്ക് അതിനും കഴിവില്ല. അതിന് പിന്നെ നിങ്ങൾ എനിക്ക് നുണ പറയാൻ നേരമൊന്നുമില്ല, വേറെ പണി പറഞ്ഞിട്ടല്ല. ഈ എന്റെ സംഘത്തിൽ ഏറ്റവും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആള് ഞാനാണ്. അത് എല്ലാ ആഴ്ചയിലും സ്ഥിരമായി ചെല്ലുന്നതും ഞാനാണ്. അല്ല എല്ലാ സംഘത്തിലും നീ പെർഫോമൻസോ? പെർഫോമൻസ് അല്ല, പെർഫോമൻസ് ഞാനാണ്. എന്റെ പേരിൽ എനിക്ക് കിട്ടിയ അവാർഡാണ്. നീ സർവകലാ വല്ലഭിയാണ്. വല്ലഭിയാണ്. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മനുഷ്യനെ അസൂയ പാടില്ല കേട്ടോ. എനിക്ക് കിട്ടിയ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു അവളോട് പോയി പണി വെക്കാൻ അവർക്ക് അസൂയാന്നേ. അതെ ഭയങ്കര അസൂയ വരുത്തിരിക്കുക. അതെ 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 ഞാൻ അങ്ങോട്ട് വരാം. നീ എന്നോട് വേഗം ചെല്ലേ വേഗം ചെല്ലേ. അയ്യോ അതെ അതെ കുശുമ്പ കുശുമ്പ് കുശുമ്പ്. ഞാൻ വരാം, നീ നടന്നോ കേട്ടാ. ഇപ്പൊ വരാവേ. അവരെന്നാ പറഞ്ഞെന്നോട് പറയണം കേട്ടോ. പിന്നെ നേരത്തെ ഇറങ്ങി. അപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായി മനസ്സിലായി. കണ്ടാ നാലാളോട് കാണുമ്പോ പറഞ്ഞുതരും കേട്ടോ. ഗീതയ്ക്ക് നല്ല അവാർഡ് കിട്ടിയെന്ന് കേട്ടോ. നിനക്ക് റിവാർഡ് കിട്ടിയെന്ന് പറയും. അവാർഡ് ഒക്കമില്ലാതെ. അയ്യോ അല്ല, ആവശ്യമില്ലാത്ത കാര്യം വെറുതെ പറഞ്ഞാണ്ടല്ലോ. കയ്യിൽ വല്ലതും കിട്ടിയാൽ അത് വെച്ച് ഞാൻ തരും കേട്ടോ. പിന്നെ അവളത് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നീ എന്താ ചെയ്തു നോക്കാം. എനിക്ക് കൊണ്ടുവിടെ എന്റെ പമ്പറത്തി അവള് നിന്നെ വെറുതെ അടുക്കളയിൽ ഇരിക്കുന്നല്ല, ഇതിലെ നിന്നെ വിടില്ല. അവള് മടക്കലൊക്കെ അടിക്കും. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ മടക്കലയും കൊണ്ട്.